CK ഷാക്കിർ ആര്യാടൻ ഷൗക്കത്തിനെ കോൺഗ്രസും UDFും ഒക്കെ ഒറ്റക്കെട്ടായി തീരുമാനിച്ച സ്ഥാനാർത്ഥിയാണ്. ആ ആര്യാടൻ ഷൗക്കത്തിനെതിരെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇന്നലെ PV അൻവർ പറഞ്ഞത്. LDFിനൊപ്പം ചേർന്ന് LDF സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ ആഗ്രഹിച്ച വ്യക്തിയാണ്. അതിന് ചർച്ചകൾ പോലും നടത്തിയിട്ടുണ്ട് ആര്യാടൻ ഷൗക്കത്ത് എന്ന് PV അൻവർ പറഞ്ഞതാണ്. എന്നിട്ട് അതേ PV അൻവറിനെ ഇന്ന് എന്തിനാണ് ലീഗ് സ്വീകരിച്ചിരുത്തിയത്? ആട്ടി പുറത്താക്കേണ്ടതല്ലായിരുന്നോ? അല്ല, പിണറായി വിജയനെ PV അൻവർ അടുത്ത കാലത്ത് പറഞ്ഞതൊക്കെ നമ്മളൊക്കെ കേട്ടിട്ടില്ലേ? അത് കേരളീയ ജനത അംഗീകരിച്ചതാണല്ലോ. അത് നിലമ്പൂരിലെ വന്യജീവി ആക്രമണമാണെങ്കിലും മറ്റ് പോലീസിലെ. അപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെതിരെ പറഞ്ഞത് അംഗീകരിക്കണമെന്നാണോ ശ്രീ CK ഷാക്കിർ പറയുന്നത്? ആര്യാടൻ ഷൗക്കത്തിനെതിരെ അൻവർ പറഞ്ഞത് വിശ്വസിക്കണമെന്നാണോ? മനുഷ്യ പറയട്ടെ. അതായത് കോൺഗ്രസിന്റെ UDFിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് വലിയ ഭൂരിപക്ഷത്തിൽ 19-ാം തീയതി തെരഞ്ഞെടുപ്പ് നടന്ന് 23-ാം തീയതി റിസൾട്ട് വരുമ്പോൾ വൻ ഭൂരിപക്ഷത്തിൽ UDF നിലമ്പൂരിൽ വിജയിച്ച് കയറുന്നത് തർക്കമില്ല. കാരണം UDFിന്റെ മണ്ഡലമാണ് നിലമ്പൂരിൽ. 2 തെരഞ്ഞെടുപ്പിൽ ചെറിയ വോട്ടിന്റെ മാർജിനിൽ LDFിന്റെ സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് UDFിന്റെ കോട്ട UDF തിരിച്ചുപിടിക്കും. ആ തിരിച്ചുപിടിക്കലിൽ അൻവറിന്റെ പിന്തുണ കൂടി ഉണ്ടെങ്കിൽ പിണറായി വിജയനെ പരാജയപ്പെടുത്താൻ കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന് വരുത്തുന്നതിൽ സന്തോഷമാണ്. ആത്മവിശ്വാസമില്ലായ്മയാണ്. നിങ്ങൾ UDFിന്റെ സ്ഥാനാർത്ഥിയെ തള്ളിപ്പറഞ്ഞയാളാണ് PV അൻവർ. അത് നിസ്സാരമായിട്ടല്ല തള്ളിപ്പറഞ്ഞത്. LDFിന്റെ ചാരനാണ് എന്ന രീതിയിലാണ്. LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനായിട്ട് ചർച്ച നടത്തിയ ആളാണ് ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറഞ്ഞ PV അൻവറിനെ ഇന്ന് PK കുഞ്ഞാലിക്കുട്ടി സ്വീകരിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് എല്ലാ പ്രശ്നങ്ങളും ഞാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം രാഷ്ട്രീയം അറിയുന്ന വ്യക്തിയാണ് എന്നാണ് PV അൻവർ പറഞ്ഞത്. അപ്പോൾ ലീഗിന് താല്പര്യമുണ്ട് അൻവറിനെ കയറ്റാൻ. പക്ഷേ സതീശൻ ഇന്ന് കൃത്യമായിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് നിരുപാധിക പിന്തുണ നൽകിയാൽ മാത്രം ആലോചിക്കാമെന്നാണ്. പക്ഷേ ലീഗിന് അത്ര കടുത്ത നിലപാട് അൻവറിനോട് സ്വീകരിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പറഞ്ഞു പോവല്ലേ? ലീഗിന്റെ കോൺഗ്രസിന്റെ അതിന്റെ ബന്ധപ്പെട്ട ആളുകൾ പറയുന്നില്ല കൃത്യമായി. VD സതീശൻ കോൺഗ്രസ് അഭിപ്രായം പറഞ്ഞു, മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ദയവ് ചെയ്തിട്ട് കേരളക്കരയിൽ ആളുകൾ വളരെ പ്രതീക്ഷയോടെ പിണറായി സത്തെ കൂത്തറിയാൻ കാത്തിരിക്കുകയാണ്. അതിന്റെ സെമി ഫൈനലാണ് ഈ 19-ാം തീയതി നിലമ്പൂരിൽ നടക്കുന്നത്. അതിന്റെ കാരണക്കാരാണ് LDF സർക്കാരാണ്. LDFിന്റെ സ്ഥാനാർത്ഥിയായി വിജയിച്ച ആളായിരുന്നു PV അൻവർ. അദ്ദേഹം തന്നെ രാജിവെച്ചത്. അദ്ദേഹം രാജിവെക്കാനുള്ള കാരണം എന്താണ്? കോൺഗ്രസ് മുസ്ലിം ലീഗ് ആണോ? ഈ പിണറായി വിജയന്റെ ദുർഭരണവും ജനവിരുദ്ധവുമായ കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞുകൊണ്ടല്ലേ രാജിവെച്ചിട്ടുള്ളത്. അതുകൊണ്ടല്ലേ തെരഞ്ഞെടുപ്പ് വന്നത്. ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സീറ്റാണ്. കോൺഗ്രസ് UDFിന് വേണ്ടി അവിടെ മത്സരിക്കുന്നു. അവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. മിടുക്കരായ സ്ഥാനാർത്ഥിയാണ്. ആ സ്ഥാനാർത്ഥിയിൽ കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടല്ലേ കോൺഗ്രസ് UDF ഈ രീതിയിൽ പ്രവർത്തിക്കുന്നത്. പിന്നീട് ഇതിലേക്ക് പിണറായിയെ തോൽപ്പിക്കാൻ ഈ കേരളീയ ജനങ്ങൾ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ അതിൽ അൻവർ കൂടി ചേരുമ്പോൾ സന്തോഷമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ പക്ഷേ കോൺഗ്രസിന്റെ നിലപാട് പോലെ അത്ര ശക്തമായ നിലപാട് ലീഗിന് വന്നിട്ടില്ല. കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാക്കളും ഇന്ന് പരസ്യമായിട്ട് അൻവറുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല. ചില ചോട്ടാ നേതാക്കൾ മാത്രമാണ് കണ്ടത്. അത് അവരവരുടെ വ്യക്തിപരമായ കാര്യം എന്ന് VD സതീശൻ പറയുകയും ചെയ്തു. പക്ഷേ UDFിന്റെ സ്ഥാനാർത്ഥിയെ ഒരുപാട് ചീത്ത വിളിച്ച PV അൻവറിനെ സ്വീകരിച്ചിരുത്തിയത് PK കുഞ്ഞാലിക്കുട്ടിയും സംഘവുമാണ്. നിങ്ങൾ മഞ്ജുഷ വെറുതെ പിന്നെന്താ പറയാ അനാവശ്യമായ ചർച്ചയിലേക്ക് കൊണ്ടുപോവാണ്. ഇത് നിലമ്പൂരിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 23-ാം തീയതി റിസൾട്ട് വരുമ്പോ കേരളത്തിൽ CPM അന്തം വിട്ടു നിൽക്കും. വൻ ഭൂരിപക്ഷത്തിൽ അടുത്ത 26-ലെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പിണറായി എങ്ങനെയാണ് തൂത്തറിയുക എന്നുള്ളതിന്റെ സാമ്പിൾ വെടിക്കെട്ടായിരിക്കും ഏപ്രിൽ 23-ാം നിലമ്പൂരിൽ കാണുക. ആ കൂട്ടത്തിൽ അൻവർ ഉണ്ടാകും. UDFിന് ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി വോട്ട് ചെയ്യിക്കാനും അൻവർ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നത്. കാരണം അൻവർ ഉയർത്തിയിട്ടുള്ളത് പിണറായി സത്തിനെതിരെയുള്ള പോരാട്ടമാണ്. ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDFിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ എന്നുള്ളത് ഐക്യജനാധിപത്യ മുന്നണി സീറ്റാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഓർമ്മയില്ലേ? 2000 വോട്ടിലാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തോറ്റിട്ടുള്ളത്. അതും മറികടന്ന് വലിയ ഭൂരിപക്ഷത്തിന് ഐക്യജനാധിപത്യ മുന്നണി ശ്രീ ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ 23-ാം തീയതി തെരഞ്ഞെടുക്കപ്പെട്ട് നിയമസഭയിലേക്ക് കടന്നു പോകുന്നത് ആത്മവിശ്വാസം മാത്രമല്ല, അവിടെ UDFിന് അനുകൂലമായ ഒരു സീറ്റ് തന്നെയാണ്. ആ മണ്ഡലത്തിന്റെ ഘടന വെച്ച് നോക്കിയാൽ 2016-ലും 21-ലും അൻവറിലൂടെ അത് പിടിച്ചെടുക്കുകയായിരുന്നു LDF ചെയ്തത്. ശരി ശ്രീ